ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഒരു ദിവസം പറയാനുള്ള വാക്കുകളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വാക്കുകൾ തീർന്നു പോയാൽ നിങ്ങളുടെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കും? ആരും അറിയാത്ത ഒരു മാന്ത്രിക പൂന്തോട്ടത്തിന്റെ കഥ ഒന്ന് കേട്ടു നോക്കൂ. അങ്ങ് ദൂരെ 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 ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയുള്ള മനുഷ്യർക്ക് ഒരു ദിവസം 10 വാക്കുകൾ മാത്രമേ സംസാരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർ വളരെ ആലോചിച്ചു മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ രാഹുൽ എന്ന ഒരു യുവാവ്, അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ചില ആളുകൾ ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവർക്ക് വലിയൊരു സമാധാനമുണ്ടായിരുന്നു. അതിൻ്റെ രഹസ്യം തേടി അവൻ കാട്ടിലേക്ക് പോയി. കാട്ടിനുള്ളിൽ അവൻ ഒരു അത്ഭുത പൂന്തോട്ടം കണ്ടു. അവിടെയുള്ള പൂക്കൾക്ക് വല്ലാത്തൊരു തിളക്കമായിരുന്നു. ആ പൂന്തോട്ടത്തിന്റെ കാവൽക്കാരനായ വൃദ്ധൻ പറഞ്ഞു, മോനെ, ഇത് നിശബ്ദതയുടെ പൂന്തോട്ടമാണ്. മനുഷ്യർ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിച്ചിട്ടും പറയാതെ പോയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വാക്കുകളാണ് ഇവിടെ പൂക്കളായി വിരിഞ്ഞിരിക്കുന്നത്. രാഹുലിന് അത്ഭുതം തോന്നി. അവൻ അന്ന് ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു നാട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസം മുതൽ തൻ്റെ 10 വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം പ്രവൃത്തിയിലൂടെ അവൻ സ്നേഹം കാണിക്കാൻ തുടങ്ങി. അവൻ ഒരാളോട് പുഞ്ചിരിയോട് നോക്കിയപ്പോൾ ആ കാട്ടിൽ ഒരു പുതിയ പൂവ് വിരിഞ്ഞു. അവൻ ഒരു വൃദ്ധനെ സഹായിച്ചപ്പോൾ മറ്റൊരു പൂവ് തിളങ്ങി നിന്നു. വാക്കുകളേക്കാൾ വലിയൊരു ഭാഷ അവൻ കണ്ടെത്തി. അതായിരുന്നു പ്രവൃത്തിയുടെ ഭാഷ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്, ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ? പക്ഷേ പലപ്പോഴും ആ വാക്കുകൾക്ക് ജീവനില്ല. ഓർക്കുക, നിങ്ങളുടെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും. മറ്റൊരാളെ സഹായിക്കാൻ വാക്കുകൾ വേണമെന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു വാക്കിന്റെ ആവശ്യമില്ല. മറ്റൊരാളെ സഹായിക്കാൻ ഒരു ചെറിയ കരുണ മതി. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്ന ഒരു പൂന്തോട്ടമാകട്ടെ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.